ഇന്നലെ ഈ പരാമർശം നടത്തിയത് കാന്തപുരത്തിൻ്റെ ജമാഅത്ത് എന്നൊരു സംഘടന, ആ സംഘടനയുടെ ഒരു കേരള യാത്രയുമായി ബന്ധപ്പെട്ടാണ്. മനുഷ്യർക്കൊപ്പം എന്നാണ് ആ യാത്രയുടെ പ്രധാനപ്പെട്ട പോയിന്റ്. എത്ര മനോഹരമായ ഉദാത്തമായിട്ടുള്ള ഒരു സങ്കല്പമാണ് എന്നൊക്കെ പറഞ്ഞ് ആ സദസ്സിലുണ്ടായിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും ഒപ്പം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും വാനോളം അതിനെയൊക്കെ പുകഴ്ത്തുന്നത് കണ്ടു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു 5 വർഷം പുറകിലേക്ക് പോയാൽ കടപ്പാടുണ്ട് ഏഷ്യാനെറ്റ് ന്യൂസിന്. അവിടെ ഒരു മാധ്യമപ്രവർത്തകന് കാന്തപുരം നൽകിയൊരു അഭിമുഖം, അതുകൂടി ഒന്ന് വളരെ വേഗത്തിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണ്. PCR ഹിന്ദു രാഷ്ട്രമാണെന്ന വാദം തന്നെ ആദ്യം സമ്മതിക്കൂലല്ലോ. ഇന്ത്യ രാജ്യം ഇന്ത്യക്കാരുടേതാണ്. അത് ഹിന്ദുവിൻ്റെതല്ല, മുസ്ലിമിൻ്റെതല്ല, ക്രിസ്ത്യാനിയുടേതല്ല, മനുഷ്യരുടേതാണ്. സൗദി അറേബ്യ ആണെങ്കിൽ മുസ്ലിങ്ങളുടെ രാഷ്ട്രമാണ്. സൗദി അറേബ്യ മുസ്ലിംകളായ മനുഷ്യരുടേതാണ് രാഷ്ട്രം. അവിടുത്തെ ഭരണം അതാണ്. ഇവിടെ ഹിന്ദു രാഷ്ട്രമല്ല. ആദ്യം അത് പൊളിക്കണം. ഹിന്ദു രാഷ്ട്രമാണെന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ്. അതുപോലെ തന്നെ അവിടെയുള്ള നിങ്ങളെ ചോദ്യം കഴിഞ്ഞു, കഴിയില്ല. അവിടെയുള്ള ന്യൂനപക്ഷങ്ങൾ ഇതുപോലെ പ്രശ്നം ഉണ്ടാക്കിയാൽ അങ്ങ് എന്ത് നിലപാടെടുക്കും? അറബ് മേഖലയിലുള്ള ന്യൂനപക്ഷം എന്ന് പറഞ്ഞിട്ടൊന്നും അവിടെ ആ നാട്ടിലില്ല. ആ നാട്ടിൽ ഇല്ല. വന്നുകൂടിയവർ മാത്രമേ ഉള്ളൂ. വിദേശത്ത് നിന്ന് ജോലിക്ക് വന്നവർ മാത്രമേ ഉള്ളൂ. ആരിഫ് ഹുസൈൻ, ഇതിൽ ഒരു ചോദ്യമേ ഉള്ളൂ. ഈ മനുഷ്യർക്കൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ഈ കേരള യാത്രയൊക്കെ നടത്തിയപ്പോൾ ഈ യഥാർത്ഥത്തിൽ മനുഷ്യരാരാണ് എന്ന് സൗദി അറേബ്യയുടെ ഉദാഹരണത്തിൽ തന്നെ അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് പൊള്ളത്തരങ്ങളൊക്കെ നമ്മുടെ നാട്ടിന് ചുറ്റും നടക്കുന്നുണ്ട്. എന്നിട്ടും ഇവരൊക്കെ കൃത്യമായി തന്നെ മതേതരവാദികളാണ്. ജമാഅത്തെ ഇസ്ലാമി മതേതരവാദിയാണ്, ലീഗ് മതേതരവാദിയാണ്. ഇതിൽ ലീഗിൻ്റെ പ്രതികരണം തന്നെയുണ്ട്. കേരളത്തിൽ മതേതരത്വം നിലനിൽക്കുന്നത് തന്നെ ലീഗ് കാരണമാണ് എന്നൊരു കടന്ന കൈയാണ് കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. കേരളത്തിന്റെ മതേതര മുഖം, കേരളം ഇന്ന് എന്തിലൊക്കെ രാജ്യത്തും അതുപോലെ തന്നെ അന്തർദേശീയ തലത്തിലും മുന്നിട്ട് നിൽക്കുന്നുണ്ടോ, വിദ്യാഭ്യാസം, സാക്ഷരത, അതുപോലെ തന്നെ ഡിജിറ്റൽ സാക്ഷരത, IT സാക്ഷരത, ഡിജിറ്റൽ രംഗത്തുള്ള ഇന്ത്യയുടെ ഡിജിറ്റൽ സ്റ്റേറ്റ് എന്ന പദവി, അതുപോലെ തന്നെ മതേതര മുഖം, ആരോഗ്യത്തിൽ നല്ല സ്ഥാനം, അങ്ങനെ കേരളത്തിന് എന്തൊക്കെ നേട്ടങ്ങൾ കഴിഞ്ഞ കുറേ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള പതിറ്റാണ്ടുകൾ ഉണ്ടായിട്ടുണ്ടോ അത് മുഴുവൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് കൂടി അവകാശപ്പെട്ടതാണ്. മുസ്ലിം ലീഗിൻ്റെ സാന്നിധ്യമാണ് കേരളത്തിൻ്റെ മതേതര മുഖം ഇത്ര മനോഹരം ആകാനുള്ള, ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വെച്ച് ഏറ്റവും മനോഹരമാവാനുള്ള ഒരു കാരണം ഈ സംസ്ഥാനത്തുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ കൂടി സാന്നിധ്യമാണ്. ശ്രീ അഡ്വക്കേറ്റ് രാംകുമാർ സർ, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു നെറേറ്റീവിലേക്ക് മതേതരത്വത്തെ കൊണ്ട് എത്തിക്കുന്നത്? ഇതൊരു ബോധപൂർവമായ സംഘടിതമായ ശ്രമമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ സാധിക്കുമോ ശ്രീ അഡ്വക്കേറ്റ് രാംകുമാർ സർ? യാതൊരു സംശയവുമില്ല. ഇത് വർഗീയത വികസനത്തിന് പകരം തിരഞ്ഞെടുപ്പ് അജണ്ടയാക്കാനുള്ള ഗതികെട്ട പരിശ്രമമാണ്. പക്ഷേ അതിലെ ഗതികേട് എന്ന് പറഞ്ഞാൽ 140 കൊല്ലത്തെ പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രീയ കക്ഷിയാണ്. അതിൻ്റെ ബലഹീനത കൊണ്ടും നിസ്സഹായാവസ്ഥ കൊണ്ടും മതേതരത്തിൻ്റെ പരിവേഷം അണിഞ്ഞ് അങ്ങേയറ്റത്തെ വർഗീയവാദികളുമായി ചേർന്ന് ഏതാനും സീറ്റുകൾ നേടാൻ വേണ്ടി ശ്രമിക്കുന്ന ഗതികേടാണ് നമ്മൾ കാണുന്നത്. സ്വന്തം നിലയ്ക്ക് ഒരൊറ്റ സീറ്റ് പോലും അസംബ്ലിയിലോ അങ്ങേയറ്റം ചില വാർഡുകൾ കിട്ടുമായിരിക്കാം, കിട്ടുകയില്ല എന്ന ബോധ്യം വന്നപ്പോഴാണ് കഴിഞ്ഞ പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ഏകീകരണം മതേതരം എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടപ്പാക്കിയത്. ആരൊക്കെയായിരുന്നു? പഞ്ചമുന്നണിയായിരുന്നു. ജമാഅത്ത് ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ടിൻ്റെ വെൽഫെയർ പാർട്ടി, പിന്നെ PDP, ലീഗ്. ഈ 5 മുന്നണി ജിഹാദി മുന്നണി എന്ന് ഞാൻ അതിനെ വിളിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം അത്രയും നഗ്നമായ വർഗീയ പ്രചരണമാണ് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലും കണ്ണൂർ ജില്ലയിലും ഇത് നടത്തിയത്. എന്നിട്ട് ഇതിനെ അനുമോദിക്കാനും അതിനെ അനുകൂലിക്കാനും
140 കൊല്ലത്തെ പഴക്കമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു നേതാവ് മുന്നോട്ട് വന്നിരിക്കുന്നതിനാൽ സഹതപിക്കുകയല്ലാതെ വേറെ എന്ത് ചെയ്യാനും. ഞാൻ അദ്ദേഹത്തിന് ഓർമ്മിപ്പിക്കുകയാണ്, മൊയ്തു മൗലവി എന്നൊരു മഹാനായ നേതാവിനെ അദ്ദേഹം കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടെങ്കിലും ഇപ്പം പറയാൻ അദ്ദേഹത്തിന് ഉളുപ്പുണ്ടാവും. കാരണം മാധവ മൗലവി എന്ന് ലീഗുകാർ അദ്ദേഹത്തെ കളിയാക്കിയിരുന്നാണ്. കാരണം കോഴിപ്പുറത്ത് മാധവൻ എൻ്റെ കൂടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പൊന്നാനി താലൂക്കിലെ പ്രവർത്തനം. അതുകൊണ്ട് മാധവ മൗലവി എന്ന് വിളിച്ച് അദ്ദേഹത്തെ കളിയാക്കിയായിരുന്നു. ആ മൊയ്തു മൗലവി സ്വന്തം കൈകൊണ്ട് ഖദർ വസ്ത്രം കഴുകി അയലത്തിട്ട് അങ്ങനെ ലളിതമായി ജീവിച്ചിരുന്ന യഥാർത്ഥ കോൺഗ്രസ്സുകാരന്, ഇന്നത്തെ പോലെ കൊട്ടാരങ്ങളിൽ ജീവിക്കുന്ന കോൺഗ്രസ്സുകാരനല്ല. ആ മനുഷ്യനെ പറ്റി എൻ്റെ സുഹൃത്ത് വി ഡി സതീശൻ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ കേൾക്കണം. ആ മൊയ്തു മൗലവിയെ തള്ളിക്കൊണ്ടാണ് ഇന്ന് വി ഡി സതീശൻ നേതാവ് ചത്ത കുതിര എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിനെ പടക്കുതിരയായിട്ട് മാറ്റിയത്. കാരണം ഒരൊറ്റ സീറ്റ് പോലും ലീഗ് എന്ന ഊണിയോടിയില്ലാതെ, ലീഗിൻ്റെ കോണിയില്ലാതെ കോൺഗ്രസ്സിന് കിട്ടില്ല എന്ന ബോധം മനസ്സിലാക്കിയിട്ട് ഇവിടെ വികസനത്തിൻ്റെ രാഷ്ട്രീയം മാറ്റിവെച്ച് വർഗീയ രാഷ്ട്രീയം കൊണ്ടുവരാനുള്ള ശ്രമമാണ്. ഇത് കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. കാരണം നമുക്ക് വികസനത്തിൻ്റെ അജണ്ടയാണ് വേണ്ടത്, വർഗീയ അജണ്ടയല്ല. വളരെയധികം മുസ്ലിംസ് സഹോദരന്മാർ അവരിന്ന് പ്രബുദ്ധരായിരിക്കുന്നുണ്ട്. അവരടക്കം വികസനത്തിൻ്റെ അജണ്ടയ്ക്ക് വേണ്ടി ദാഹിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് 21 കത്തി ഊരി കുന്തിരിക്കം കത്തിച്ചു 4 കെട്ടും 8 കെട്ടും എന്ന പ്രകോപന മുദ്രാവാക്യം വിളിക്കുന്ന ഇന്ത്യൻ മുസ്ലിം ലീഗിനെ മതേതരത്തിൻ്റെ വക്താക്കളായിട്ട് അവതരിപ്പിക്കാനുള്ള ഗതികേട് ഈ 140 കൊല്ലത്തെ കതർധാരികൾക്ക് വന്നു എന്ന് ആലോചിക്കുമ്പോൾ വാസ്തവത്തിൽ എന്തൊരു ദയനീയമായ ചിത്രമാണ്. 4 സീറ്റിന് വേണ്ടി ഇത്രയും തരം താഴേണ്ട കാര്യമുണ്ടോ? ഇവിടെ എന്താണ് മതേതരത്വം? മതേതരത്വം എന്ന് പറഞ്ഞാൽ മതം രാഷ്ട്രീയത്തിൽ കലർത്താതിരിക്കാം. പൊതുപ്രവർത്തനത്തിൽ മതത്തിന് സ്ഥാനമില്ല. മതം ഒരു വ്യക്തിയുടെ സ്വകാര്യ ഇതാണ്. ഇവിടെ നമ്മുടെ മഹാരാജാക്കന്മാർ, കൊച്ചി രാജാവ്, സാമൂതിരി, ചെമ്പകശ്ശേരി രാജാവ് തുടങ്ങിയ ആളുകൾ പള്ളി പണിത് കൊടുത്തിട്ടുണ്ട്. 500 എന്ന വർഗത്തിനെ മതപരിവർത്തനം നടത്താൻ കൊച്ചി രാജാവാണ് മുൻകൈയെടുത്ത്. ആ പാരമ്പര്യമുള്ള രാജ്യത്ത് മതേതരം തവളക്കുഞ്ഞിനെ നീന്തൽ പഠിപ്പിക്കും പോലെ പഠിപ്പിക്കാൻ ഈ കപട മതേതരക്കാർ ശ്രമിക്കുകയാണ്. ഈ ജയചന്ദ്രന്മാരെ നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഔറംഗസീബിനേക്കാളും ബാബറിനേക്കാളും അപകടകാരികളാണ് അവർ. ഗസനി മുഹമ്മദിനേക്കാൾ അപകടകാരികളാണ് ഈ കപട മതേതരവാദികൾ. അവർ അമ്പലം കക്കുന്നവരുടെ കൂട്ടത്തിൽ പെട്ടു എന്നിപ്പോൾ അറിയുന്നുണ്ട് നമ്മൾ. പലരും അവരുടെ പഴയ പ്രസിഡൻറ്റിനെ കട്ടാൾക്ക് മീറ്റിംഗ് കൂടാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. സാക്ഷാൽ കെ കരുണാകരന് പോലും നിഷേധിച്ച ഇൻ്റർവ്യൂ ഈ ശബരിമലയിലെ സ്വർണം കട്ട ആൾക്ക് അറിയാം എന്തുകൊണ്ടാണ്. എന്നിട്ട് അവരും മതേതരത്തെ പറ്റി സംസാരിക്കും. ഞാൻ പറയട്ടെ, ജമാഅത്ത് ഇസ്ലാമി ഇസ്ലാമിക് പ്രക്രിയയ്ക്ക് വേണ്ടി വാദിക്കുന്നതാണെന്ന് പറയാനുള്ള ചങ്കൂറ്റം ഈ ജാഥ നയിക്കുന്ന ബഹുമാനപ്പെട്ട മുസ്ലിം നേതാവിനുണ്ട്. വി ഡി സതീശൻ്റെ ആ ധൈര്യം കാണിക്കാത്ത ആ സത്യം വി ഡി സതീശന് എവിടെയെങ്കിലും ആവർത്തിക്കാനുള്ള ചങ്കൂറ്റമുണ്ടോ? അതിനകത്ത് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാനുള്ള ചങ്കൂറ്റമുണ്ടോ? കേരളത്തിലെ ഏറ്റവും പ്രബുദ്ധനായ ഒരു മുസ്ലിം നേതാവ് വ്യക്തമായി പറയാണ്, ജമാഅത്ത് ഇസ്ലാമിയുമായി ഞങ്ങൾക്ക് യോജിക്കാൻ പറ്റില്ല. കാരണം ജമാഅത്ത് ഇസ്ലാമി ഇസ്ലാമിക് റിപ്പബ്ലിക്കിന് വേണ്ടി നിലനിൽക്കുന്നതാണ്. ഇവിടെ വോട്ട് ചെയ്യാൻ പാടില്ല. ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്കിലല്ലാതെ യഥാർത്ഥ മുസ്ലിം വോട്ട് പോലും രേഖപ്പെടുത്താൻ പാടില്ല. ഈ വിവരം ഇന്നത്തെ മതേതരക്കാരുടെ നേതാവ് മുഖ്യമന്ത്രിയായിരിക്കും, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. ജമാഅത്ത് ഇസ്ലാമി രാജ്യവിരുദ്ധമാണ്, അവർ ഇസ്ലാമിക് റിപ്പബ്ലിക് സ്ഥാപിക്കാൻ. ആ സത്യം ശ്രീ വി ഡി സതീശൻ്റെ സാന്നിധ്യത്തിലാണ് ബഹുമാന്യനായ മുസ്ലിം നേതാവ് പറഞ്ഞ്. അദ്ദേഹത്തിന് അത് പറയാനുള്ള ചങ്കൂറ്റമുണ്ട്. പക്ഷേ
രാജാവിനെയൊക്കെ രാജഭക്തി കാണിക്കുന്ന ഈ അല്പന്മാർക്ക് അത് തുറന്നു പറയാനുള്ള നട്ടല്ലില്ല. കാരണം വോട്ട് നഷ്ടപ്പെടും. അത്ര ഗതികേടിലാണ്. കാരണം ഇന്ന് പാണക്കാട് തങ്ങൾ പറയുന്ന വരച്ച വരയിൽ നടക്കുന്ന പ്രസ്ഥാനമായി നമ്മുടെ നിർഭാഗ്യവശാൽ നമ്മുടെ സംസ്ഥാനത്ത് കോൺഗ്രസ്, നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല അഖിലേന്ത്യാ നിലവാരത്തിലും ലീഗിൻ്റെ ഒരു ചട്ടുകമായിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. കാരണം വേറെ ഗതിയില്ല അവർക്ക്. വോട്ട് ബാങ്കുകൾ മുഴുവൻ നഷ്ടപ്പെട്ടു. ഹിന്ദുക്കളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു. ബീഹാറിലും മഹാരാഷ്ട്രയിലും മുസ്ലിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു. ഇന്ന് ആകെ ഗതികെട്ട് ഏതെങ്കിലും രീതിയിൽ നിയമസഭയിൽ കാല് വെക്കണമെങ്കിൽ ഇത്തരം രാജാവിനൊക്കെ രാജഭക്തി ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, പ്രേക്ഷകർ ക്ഷമിക്കണം, അത് കാണിച്ചാലേ നിലനിൽപ്പുള്ളൂ എന്ന ഗതികേടിൻ്റെ ബോധം കൊണ്ടാണ് ശ്രീ വി ഡി സതീശനെ പോലെ പ്രതിപക്ഷത്തെ നേതാവിൻ്റെ സ്ഥാനം അലങ്കരിക്കുന്ന ഒരു ഖദർദാരി ഈ തരംതാണ് നിലവാരത്തിലേക്ക്. വാസ്തവത്തിൽ അദ്ദേഹത്തിനോട് വിരോധമുണ്ടാവണമെങ്കിലും ചില നിലവാരം പുലർത്തണം. വെറുപ്പ്, അറപ്പ്, അവജ്ഞ തുടങ്ങിയ പദപ്രയോഗങ്ങളാണ് ഇത്തരം രാഷ്ട്രീയത്തിന് ഏറ്റവും അറിയിക്കുന്നത്. പ്രേക്ഷകർ ക്ഷമിക്കണം, ഞാനും തരം താഴെയാണ് എന്നുള്ള നിലയിൽ ആരും തെറ്റിദ്ധരിക്കരുത്. തരം താണവരെ കുറിച്ച് പറയുമ്പോൾ തരം താണ വാക്കുകൾ ചിലപ്പോൾ പ്രയോഗിക്കേണ്ടി വരും. ദയവേത് ക്ഷമിക്കണം. അത്രയും അക്ഷന്തവ്യമായ കേരളത്തിലെ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയാണ് പ്രതിപക്ഷ നേതാവ് നടത്തിയത്. യെസ്, തീർച്ചയായും അവിടെയാണ് കേരള സമൂഹം ചിന്തിക്കേണ്ടത്. വെള്ളാപ്പള്ളി പറഞ്ഞ സമയത്ത് അത് വർഗീയ വിഷം ചുപ്പുന്ന ആളെ എന്തിന് കാർ കയറ്റി എന്നൊക്കെ പറഞ്ഞാണ് ഇന്നലെ വി ഡി സതീശൻ വലിയ രീതിയിൽ തന്നെ പറഞ്ഞത്. മാത്രമല്ല നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരുന്നു, വാക്ക് തരുന്നു എന്നൊക്കെ പറയുമ്പോൾ ആരാണ് ഈ രണ്ട് തോളിലുള്ളത് എന്നൊരു ചോദ്യം അവിടെ നിൽപ്പുണ്ട്. ഒരു ചെറിയ ഇടവേള, പെട്ടെന്ന് തിരിച്ചെത്താം പ്രിയപ്പെട്ട പ്രേക്ഷകരെ.